السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സൂറത്ത് നബയിലെ 14-ാമത്തെ ആയത്ത് മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 14 മുതൽ 20 വരെയുള്ള ആയത്തുകൾ ഒന്ന് ശ്രദ്ധിച്ചോളി. ഞാൻ ഓതാം. أعوذ بالله من الشيطان الرجيم. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا. ഒന്ന് ഓതിത്തരാം. എല്ലാവരും ഓതിക്കോ ഇൻഷാ അല്ലാഹ്. بسم الله الرحمن الرحيم. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا. അപ്പോൾ ഇതിൽ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. 14-ാം വചനത്തിൽ വഅൻസൽന ഉന്നയുണ്ട്. മിനൽ മുഅ്സിറാത്തി മുഅ്സിറാത്തി സ്വാദാണ്. മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. അവിടെ സീൻ ആവരുത്, സ സജ്ജാജ. അതേപോലെ 17-ാമത്തെ ആയത്ത് ഇന്ന യൗമൽ ഫസ്ലി, ഫസ്ലി സ്വാദാണ്, സീനല്ല സ്വാദാണ്. ഫസ്ലി കാന മീഖാത, മീഖാ ഖാഫാണ്, കാഫ് ആവരുത്, മീഖാത്ത ആവരുത്, മീഖാത്ത. അതേപോലെ 18-ാം വചനത്തിൽ യൗമ യുൻഫഖു, യുൻഫഖു ഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. അപ്പോ ബാക്കി നമ്മൾ ഉന്നയുമായി ബന്ധപ്പെട്ടതൊക്കെ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. മണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. വെളിവാക്കേണ്ട ഭാഗങ്ങളുണ്ട്, അത് വെളിവാക്കി ഇൽഹാർ ചെയ്ത് ഓതുക. പ്രത്യേകിച്ച് നമ്മൾ അക്ഷരങ്ങൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. കാരണം അക്ഷരം മാറിപ്പോയാൽ അർത്ഥം നല്ലതുപോലെ മാറും, കാര്യമായ മാറ്റം വരും. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അപ്പോ 14-ാമത്തെ വചനമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 14 وأنزلنا من المعصرات ماء ثجاجا وأنزلنا. അൻസൽന എന്ന് പറഞ്ഞാൽ നാം ഇറക്കുകയും
ചെയ്തു, നാം അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ മഴയായതുകൊണ്ടാണ് ഇറക്കി, പെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അൻസൽന, നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ്. അൻസല മുത്തഅദ്ദിയാണ്, ഇത് കർമ്മത്തിലേക്ക് വന്നു. ഇറക്കി, അപ്പൊ ഒന്നിനെ എന്നർത്ഥം വരും. എന്തോ ഒന്നിനെ ഇറക്കി. അപ്പൊ അൻസല, ഇറക്കി. അൻസൽന എന്ന് പറഞ്ഞാൽ നാം ഇറക്കി, നാം ഇറക്കുകയും ചെയ്തു. അവിടെ ഒരു വാവ് ഉണ്ടല്ലോ ആരംഭത്തിൽ, ആ വാവും കൂടെ ചേരുമ്പോൾ നാം ഇറക്കുകയും ചെയ്തു. അത്തുഫിന്റെ വാവാണ്. നാം ഇറക്കുകയും ചെയ്തു. മിനൽ മുഅസ്സിറാത്തി, മുഅസ്സിറത്ത്, മുഅസ്സിറത്തുൻ എന്നതിന്റെ ജംആണ് മുഅസ്സിറാത്ത്. അപ്പം മഴക്കാറുകളിൽ നിന്ന്, മഴക്കാറ്റുകളിൽ നിന്ന് എന്നൊക്കെ അർത്ഥം പറയും. മാ അൻ, എന്തിനെ അള്ളാഹ് ഇറക്കി? മാ അൻ, വെള്ളത്തെയാണ് ഇറക്കിയത്. എങ്ങനെയുള്ള വെള്ളം? സജ്ജാജ, കുത്തിയൊഴുകുന്ന, കുത്തിച്ചൊരിയുന്ന. നമ്മൾ സാറിന് പറയാലോ, ഇടിച്ച് പെയ്ത് എന്താ പറയാ, ഇടിച്ചു കുത്തി പെയ്തു എന്നൊക്കെ പറയും. അപ്പൊ ശക്തമായ മഴ അള്ളാഹു കാർമേഘക്കാറുകളിൽ നിന്ന്, മഴക്കാറുകളിൽ നിന്ന് പെയ്യിപ്പിച്ചു. ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ പെൺകുട്ടികൾക്കൊക്കെ പലരും കേൾക്കാൻ രസമുള്ള ഒരു പേരെന്നുള്ള നിലയ്ക്ക് അൻസൽന എന്നൊക്കെ പേരിടാറുണ്ട്. അൻസൽന, അൻസൽന എന്ന് പറഞ്ഞാൽ ഒരു നാമം പോലുമല്ല, അതൊരു ക്രിയയാണ്. അൻസല, നാം ഇറക്കി എന്നാണ്, നാം അവതരിപ്പിച്ചു. ഇപ്പം നമ്മള് പേരുകൾ ഇടുമ്പോ കേൾക്കാനുള്ള രസം നോക്കിയിട്ട് അവസാനം അർത്ഥം തിരയുമ്പം ചിലപ്പോൾ വളരെ മോശമായ അർത്ഥമൊക്കെ ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ വഅൻസൽനാ മിനൽ മുഅസ്സിറാത്തി മാഅൻ സജ്ജാജ, മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം, മഴയും നാം ഇറക്കി എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണത്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ലിനുഖ്രിജ, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ലിനുഖ്രിജ, നാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി. അഖ്റജയാണ് ക്രിയ. ഖറജ എന്ന് പറഞ്ഞാല് പുറപ്പെട്ടു, പുറത്തു വന്നു എന്നൊക്കെയാണ്. അഖ്റജ എന്ന് പറയുമ്പോൾ പുറപ്പെടുവിച്ചു എന്നൊക്കെ അർത്ഥം, പുറത്തു കൊണ്ടുവന്നു. ലിനുഖ്രിജ, നാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, പുറപ്പെടുവിക്കാൻ വേണ്ടി. ബിഹി, അതിലൂടെ. ഏതിലൂടെ? മഴയിലൂടെ. ഹബ്ബൻ, ധാന്യത്തെ. ധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധാന്യ വസ്തുക്കളൊക്കെ അറിയാം. ഹബ്ബ്, ഹുബൂബ് എന്നാണ് അതിന്റെ ജംഅ്, ഹുബൂബ്. അതുപോലെ നബാത്ത്, നബാത്ത് എന്ന് പറഞ്ഞാൽ സസ്യം, ചെടി. അപ്പം ആ മഴ പെയ്തിട്ട് അതിലൂടെ ധാന്യവും സസ്യവും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നാം ആ മഴ പെയ്യിപ്പിച്ചത് എന്നാണ്. നാം ആ മഴ പെയ്യിപ്പിച്ചത്. ലിനുഖ്രിജ ബിഹി ഹബ്ബം വനബാത്ത. അതിനോട് ചേർന്ന് വരുന്ന ഒരായത്താണ് തൊട്ടടുത്ത ആയത്ത്, വജന്നാത്തിൻ അൽഫാഫ. വജന്നാത്തിൻ അൽഫാഫ, ഇടതിങ്ങിയ തോട്ടങ്ങളും എന്നാണ്. ലഫീഫുൻ ജമ അൽഫാഫ്. ലഫുൻ, അത് നോക്കണം, എന്റെ മുഫ്രദ് നോക്കണം, ലഫാണോ ലഫീഫാണോ. വജന്നാത്തിൻ, തോട്ടങ്ങൾ. അൽഫാഫ, ഇടതിങ്ങിയ, ഇടതൂർന്ന എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇടതിങ്ങിയ, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നാം മഴ പെയ്യിപ്പിച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഖുർആനിൽ വേറെയും കാണാം. അപ്പം മേഘക്കീറുകളിൽ നിന്ന്, മഴക്കാറുകളിൽ നിന്ന്, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? മഴ പെയ്യിപ്പിച്ചു എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു. അതേപോലെ ഏകദേശം ഇതിന് സമാനമായ രൂപത്തിൽ ഖുർആനിലെ 30-ാമത്തെ സൂറത്താണ് റൂം. സൂറത്ത് റൂമിലെ 48-ാമത്തെ ആയത്തിൽ ഈ മഴ പെയ്യിപ്പിക്കുന്ന ഒരു രീതി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അള്ളാഹുല്ലദീ യുർസിലു റിയാഹ, അള്ളാഹു എന്ത് ചെയ്യുന്നു? കാറ്റിനെ അയക്കുന്നു. മഴയ്ക്ക് മുമ്പ് ഈ കാർമേഘങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റിനെ അയക്കുന്നു. ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ ഫയജഅലുഹു കിസഫൻ ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി. അല്ലാഹു പറയാണ്, അതായത് ഈ കാറ്റിങ്ങനെ മേഘങ്ങളെയും വഹിച്ചു കൊണ്ടുപോയിട്ട് അത് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തെത്തുമ്പോൾ അള്ളാഹു അതിനെ ഒരു സ്ഥലത്ത് പിടിച്ചു വെച്ചിട്ട് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മഴയായി മേഘക്കീറുകൾ അള്ളാഹു പെയ്തിറക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ മേഘക്കീറുകളിൽ നിന്ന് മഴ പുറത്തു വരുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അപ്പൊ പിന്നെ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് കാണാം, പഠിച്ച ആളുകൾ, ഈ മേഘങ്ങളെയും വഹിച്ചു പോകുന്ന ഭാരമേറിയ മേഘം, ഭാരമേറിയ ടൺ കണക്കിന് ഭാരമുള്ള
ഈ മഴമേഘങ്ങൾ ഉണ്ടല്ലോ അതിനെയും വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റെന്ന് പറയുന്നത് ഭയങ്കര കാറ്റാന്നാണ്. അപ്പൊ ആ അത്രയും വലിയ കാറ്റൊക്കെ നമ്മുടെ ഭൂമിയിലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ തകർന്ന് തകരണം പണിയും. അപ്പൊ അത്രയും വേഗതയിൽ അള്ളാഹു ആ കാറ്റിനെ മേഘങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത് മഴ പെയ്യിപ്പിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, മുമ്പൊക്കെ മഴ പരക്കെ പെയ്യായിരുന്നു, ഇപ്പം വാർഡ് അടിസ്ഥാനത്തിലാണ്. അപ്പുറത്ത് പെയ്താൽ, റോഡിന്റെ അപ്പുറത്ത് പെയ്താൽ ഇപ്പുറത്തില്ല, അങ്ങാടി പെയ്താൽ ഇങ്ങോട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. റബ്ബ് ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കാണ് മീകായിൽ, അല്ലെ? ഇടി, മിന്നൽ, കാറ്റ്, മഴ, ഇതിന്റെയൊക്കെ ചുമതല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മീകായിൽ എന്ന മലക്കിനെയാണ്. അപ്പൊ ആ മലക്കാണ് എന്ത് ചെയ്യുന്നത്? ആ മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. അപ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പൊ മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, മീകായിലല്ല. മീകായിലെ മഴ തരണേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പാടില്ല, ഷിർക്കാണ്. മറിച്ച് അള്ളാഹുവാണ് നമുക്ക് മഴ തരുന്നത്. പക്ഷേ അതിനുള്ള സംവിധാനം അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനായ റബ്ബ് ഓരോ ചുമതലകൾ ഓരോ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മീകായിൽ എന്ന മലക്കിനെയാണ് അതിന്റെ ചുമതലകൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഈ 16 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞിട്ട് അമാനി മൗലവി റഹ്മുള്ള പറയുന്നുണ്ട്, നിത്യേന മനുഷ്യൻ കണ്ടും, അതായത് നമ്മൾ കണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരാണ്. അത് നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പം അത് ഒരർത്ഥത്തിൽ എന്താണ്? നമുക്ക് അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹമാണ്. മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള വലിയ ദൃഷ്ടാന്തങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഉറക്കം എന്ന് പറയുന്ന ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പൊ ജന്നാത്തിൻ അൽഫാഫ, ഇടതിങ്ങിയ തോട്ടങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മേഘക്കീറുകളിൽ നിന്ന് നാം എന്ത് ചെയ്തു? മഴ വർഷിപ്പിച്ചു തരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഇനി ഇതിന്റെ കൂടെ ഒരു ചെറിയ വിശദീകരണം കൂടെ തരാം. അതായത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. മഴയ്ക്ക് അറബി ഭാഷയില് മത്തർ എന്ന് പറയും. മത്തർ, താല ത്വായാണ്, ത്വാ, മത്തർ എന്ന് പറയും. അതേപോലെ തന്നെ ഗൈസ് എന്നും പറയും. ഗൈന് അതുപോലെ സ, അലിഫ് ബാ ത സ, ഗൈസ് എന്നും പറയും. മത്തർ എന്നും പറയും, ഗൈസ് എന്നും പറയും. എന്നാൽ മത്തർ എന്ന പദം, മഴയ്ക്ക് മത്തർ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ളത് ശിക്ഷയുമായി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ്. ശിക്ഷയുമായി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് മത്തർ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. സാധാരണ അല്ലാത്ത നിലയ്ക്ക് മഴയ്ക്ക് അത് പറയും, എങ്കിൽ പോലും ശിക്ഷയുമായി ബന്ധപ്പെടുത്തിയാണ് അള്ളാഹു മത്തർ എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നംല് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. സൂറത്ത് നംലിലെ 58-ാമത്തെ ആയത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ അള്ളാഹു ലോകത്താദ്യമായി സ്വവർഗ വിവാഹവും സ്വവർഗ രതിയൊക്കെ കൊണ്ടുവന്ന് അതാണ് ശരിയായ രീതി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അതിന് മാന്യത കൊടുത്ത ഒരു ജനതയാണ് ലോകത്താദ്യമായിട്ട് ഈ സദോമിക്കുകൾ എന്ന് പറയുമല്ലോ. അപ്പൊ സദോം നിവാസികൾ. അപ്പൊ ആ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് ഒരു മഴ പെയ്യിപ്പിച്ചുകൊണ്ടാണ്, കൽമഴ പെയ്യിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പരാമർശം സൂറത്ത് നംലിൽ കാണാൻ പറ്റും. അതിൽ ആ ഏറ്റവും മുകളിൽ മലയാള അർത്ഥം, തൊട്ടു മുകളിലുള്ള ആയത്തിന്റെ അർത്ഥമാണത്. ലൂത്തിന്റെ അനുയായികളെ നിങ്ങളുടെ രാജ്യത്ത് നിന്നും പുറത്താക്കുക. ആര് പറയണം? ആ നാട്ടിലെ വൃത്തികെട്ട ആൾക്കാർ പറയാണ്. അവർ ശുദ്ധി പാലിക്കുന്ന കുറെ ആളുകളാകുന്നു എന്ന് പറഞ്ഞത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി. അതായത് നിങ്ങൾ മാന്യമായി കല്യാണം കഴിച്ച് ജീവിക്കണം, ആണും പെണ്ണും വിവാഹത്തിലൂടെ അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ അവന്റെ വാദങ്ങളാണ്, ഇതൊന്നും നമ്മുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും നാം രക്ഷപ്പെടുത്തി. ആളെന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ആൾക്കാർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ, സ്വന്തം ഭാര്യ അവൾ വിശ്വാസിയായില്ല, പിന്മാറി നിന്നവരുടെ കൂട്ടത്തിലാണ് നാം അവളെ കണക്കാക്കിയത്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ വിശ്വസിച്ചില്ല, അവൾ ആ വൃത്തികെട്ട ആളുകളുടെ കൂടെ ഉറച്ചു നിന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, അവരുടെ മേൽ നാം ഒരു മഴ വർഷിപ്പിക്കുകയും ചെയ്തു. താക്കീത് നൽകപ്പെട്ടവർക്ക് ലഭിച്ച മഴ എത്ര മോശം എന്ന് പറഞ്ഞാൽ, ആ മഴ പെയ്തപ്പോ ഓരോ കല്ലുകളും ആരുടെയൊക്കെ മീതെ വന്ന് വീണോ ആളുകളൊക്കെ എന്ത് ചെയ്തു? അതിദാരുണമായി മരണപ്പെട്ടു. എല്ലാവരും മരിച്ചു.
അതായത് ആ ജനതയിൽ ധിക്കാരികളായി ജീവിച്ച എല്ലാ ആളുകളും എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ഒരു നാട്ടിൽ ഒരു നബി വരികയും ആ നബി വന്നതിന് ശേഷം ആളുകളെ ഉപദേശിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ശേഷം ആളുകൾ വിശ്വസിച്ചില്ല എങ്കിൽ ആ ജനതയെ, നിഷേധികളായ ധിക്കാരികളായ ആളുകളെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് കളയും. അത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അപ്പം ഇവിടെ മത്തർ എന്ന് പറഞ്ഞത് അധികവും ശിക്ഷയിലേക്ക് ചേർത്തുകൊണ്ടാണ്. എന്നാൽ ഗൈഫ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ചേർത്താ പറഞ്ഞത്. രണ്ടും മഴയാണ്. ഇപ്പൊ സൂറത്ത് ഷൂറ എന്ന അധ്യായം, ഷൂറ എന്ന അധ്യായത്തിന്റെ 28-ാമത്തെ ആയത്തിൽ കാണാം, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു എന്ന് പറഞ്ഞാൽ അവർ നിരാശ അടഞ്ഞ ശേഷം, മഴയൊന്നുമില്ലാതെ എല്ലാം വറ്റി വരണ്ട് കൊടും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടതിന് ശേഷം നാം എന്ത് ചെയ്തു? ആകാശ ലോകത്ത് നിന്ന് മഴയെ വർഷിപ്പിച്ചു. അവിടെ ഗൈഫ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്ത് കാഫിലെ 9-ാം വചനത്തിൽ കാണാം, വനസ്സൽനാ മിനസ് സമാഇ മാഅ മുബാറക, ആകാശ ലോകത്ത് നിന്ന് അനുഗ്രഹീതമായ വെള്ളത്തെ നാം ഇറക്കി. കണ്ടോ, അവിടെയൊന്നും മത്തർ എന്നുള്ള പ്രയോഗമില്ല. അപ്പം മത്തർ എന്നുള്ള പ്രയോഗം അധികവും ഖുറാനിൽ വന്നിരിക്കുന്നത് ശിക്ഷയുമായി ചേർത്തിട്ടാണ്. എന്നാൽ ഗൈഫ് എന്ന് പറഞ്ഞാൽ അതും മഴയാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യവുമായി ചേർത്താണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ഇത്രയും അള്ളാഹു പറഞ്ഞു. ഇതൊക്കെ നമുക്ക് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ഇനി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അള്ളാഹു കടക്കുകയാണ്. അവിടെ എന്താ പറഞ്ഞത്? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, യൗം ദിവസം. എങ്ങനെയുള്ള ദിവസം? യൗമൽ ഫസ്ൽ, തീരുമാനത്തിന്റെ ദിവസം. തീരുമാനത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്താണ്. കാന മീഖാത്ത, അത് സമയം നിർണയിക്കപ്പെട്ടതായിരിക്കുന്നു. അല്ലാഹു പറയാണ്, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. ഫസ്ൽ എന്നതിന്റെ ജമ്മ് ഫുസൂൽ എന്നാണ്. ഫുസൂൽ. അല്ലാഹു പറയാണ്, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. യൗമ യുൻഫഖു, ഊതപ്പെടുന്ന ദിവസം. യൗമ യൻഫഖു എന്നല്ല, യൗമ യുൻഫഖു എന്നാണ്, ഊതപ്പെടുന്ന ദിവസം. നഫഖ യൻഫഖു എന്നതിന്റെ മജ്ഹൂലായ പ്രയോഗമാണ് നുഫിഖ യുൻഫഖു, ഊതപ്പെടുക. അപ്പം നഫ്ഖ് എന്ന് പറഞ്ഞാൽ ഊതലാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. ഫതഅതൂന അഫ്വാജ, അപ്പൊ നിങ്ങള് എല്ലാരും കൂട്ടം കൂട്ടമായി വരും. ഫതഅതൂന അഫ്വാജ, ഫൗജ് എന്ന് പറഞ്ഞാൽ കൂട്ടാണ്, അഫ്വാജ് എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ എന്നാണ് അർത്ഥം, ജംആണ്. ഫതഅതൂന അതാ യഅതി യഅതിയാനി യഅതൂന ഫതഅതൂന, അപ്പൊ നിങ്ങള് കൂട്ടം കൂട്ടമായി വന്നെത്തും. എവിടേക്ക്? മഹ്ശറ, മൈതാനിയിലേക്ക് നിങ്ങളൊക്കെ വരുന്ന. അപ്പം 17-ാമത്തെ ആയത്തിൽ എന്ത് പറഞ്ഞു? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം എന്ന് പറയുന്നത് അത് സമയം നിർണയിക്കപ്പെട്ടതാണ്. കൃത്യമായി അള്ളാഹു സമയം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലാതെ അള്ളാഹു ഇനി തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നാണ് ഖിയാമത്ത് നാള് സംഭവിക്കേണ്ടത് എന്ന്. ഖുർആനിലെ ഏറെ ശ്രദ്ധേയമായ ഒരു സൂറത്താണ് സൂറത്ത് ഹൂദ്. സൂറത്ത് ഹൂദിലെ 104-ാമത്തെ ആയത്തിൽ കാണാം, വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. അള്ളാഹു കണക്കാക്കി വെച്ച കൃത്യമായ ഒരു അവധിയുണ്ട്. ആ അവധിയിൽ നിന്ന് അള്ളാഹു ഒരൽപ്പം പോലും പിന്തിക്കുകയില്ല ഖിയാമത്തിന്റെ വിഷയത്തിൽ നിന്നാണ്. എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡുകൾ പോലും വ്യത്യാസമില്ലാതെ ആ ഖിയാമത്ത് നാൾ എന്നാണോ അത് സംഭവിക്കുക തന്നെയും. ഇന്നിപ്പം ശാസ്ത്രം പറയുന്നുണ്ട്, സൂര്യൻ കത്തിത്തീരും, ഈ പ്രപഞ്ചത്തിനൊരു നാശമുണ്ടാകും, എല്ലാം നശിക്കും എന്നൊക്കെ. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ എന്താ അതിന് പറയാ, ISROയുടെ ചെയർമാനൊക്കെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞിട്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, അള്ളയും റസൂലും പറഞ്ഞിട്ടാണ്.
അപ്പൊ ഖിയാമത്ത് നാൾ ഉണ്ടാവും. യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചലിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിൽക്കുന്ന, സ്റ്റോപ്പ് ആകുന്ന ദിവസം എന്നാണ്. എല്ലാം സ്റ്റോപ്പ് ആവും. ഇതുവരെ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന, ചലിച്ചുകൊണ്ടിരുന്ന എല്ലാം നിൽക്കുന്ന, സ്റ്റോപ്പ് ആകുന്ന ദിവസം എന്നാണ് യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ തീരുമാനിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നാളെ ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചു, അവിചാരിതമായ ചില തടസ്സങ്ങൾ ഉണ്ടായി. അപ്പൊ നമ്മൾ നീട്ടി വെക്കാണ്, മറ്റന്നാളത്തേക്കാക്കാം, അടുത്ത ആഴ്ചത്തേക്കാക്കാം. ഒരു കല്യാണം തീരുമാനിച്ചു, പക്ഷെ അതിന് പല സാഹചര്യങ്ങൾ എതിരായി വരികയാണ്. അപ്പൊ അന്ന് അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് ചിലപ്പോൾ കൃത്യസമയത്ത് നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നീട്ടി വെക്കും. അത് നമ്മുടെ ഒരു ദൗർബല്യമാണ്, നിസ്സഹായ അവസ്ഥയത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും ഒരു കാരണം വന്ന് അള്ളാഹുവിനെ നീട്ടി വെക്കേണ്ട ഒരാവശ്യവും വരില്ല. അത് ഖിയാമത്ത് നാളടക്കം അങ്ങനെയാണ് എന്നാ പറയുന്നത്. അപ്പോ ആ ഖിയാമത്ത് നാള് സംഭവിക്കുന്ന ദിവസം എന്ത് ചെയ്യുന്നു? അന്നാണ് കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതുന്നത്. ആ കാഹളവും പിടിച്ച് ഇസ്രാഫീൽ എന്ന മലക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ്, നിൽക്കാണ്. അള്ളാഹ് പറയുമ്പോ ഇസ്രാഫീൽ എന്ന മലക്ക് ആ കാഹളത്തിൽ ഊതും. അതോടുകൂടി ഖിയാമത്ത് നാള് സംഭവിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മാ ബൈന നഫ്ഖത്തൈനി അർബഊൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഊതലും രണ്ടാമത്തെ ഊതലും, ഒന്നാമത്തെ ഊതലിൽ എല്ലാം നശിക്കും, രണ്ടാമത്തെ ഊതലിൽ ജീവനുള്ളതെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും. ഇവ രണ്ടിനും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് 40 അത് 40 ദിവസമാണോ, 40 മാസമാണോ, 40 വർഷമാണോ എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളത് കൂടുതൽ ചികഞ്ഞന്വേഷിക്കാൻ പോകേണ്ടതുമില്ല. അപ്പൊ രണ്ട് ഊതലിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് 100% ഈ ഹദീസിൽ നിന്ന് ഉറപ്പാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താ ഇവിടെ പറഞ്ഞത്? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. കാഹളത്തിൽ ഊതപ്പെടുമ്പോ, ഇത് രണ്ടാമത്തെ ഊതലാണ്, കാഹളത്തിൽ ഊതപ്പെടുമ്പോ നിങ്ങളൊക്കെ വരുന്നത് കൂട്ടം കൂട്ടമായിട്ടാണ്. അപ്പൊ എങ്ങനെയാ? വർത്താനം പറഞ്ഞ്, വിശേഷം ചോദിച്ച്, വിവരങ്ങളൊക്കെ ചോദിച്ച്, നിങ്ങൾ എവിടെയായിരുന്നു, നാട്ടിൽ എവിടെയായിരുന്നു, കണ്ണൂരായിരുന്നോ, കോഴിക്കോടായിരുന്നോ, പിന്നെ എന്നിങ്ങനെ വിശേഷങ്ങളൊന്നും ചോദിച്ചല്ല വരിക. അങ്ങനെ ആരും വിശേഷം ചോദിക്കുകയില്ല. എല്ലാവരും കൂട്ടമായിട്ടാണെങ്കിലും എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. എല്ലാവരും അവനവന്റെ കാര്യത്തിൽ ആകെ ബേജാറിലും വെപ്രാളത്തിലും പ്രയാസത്തിലും അല്ല പേടിയിലൊക്കെ ആയിട്ടാണ് ആ മഹ്ശറിലേക്ക് വരിക എന്നാണ്. ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. അതുപോലെ സൂറത്ത് ഇസ്രാ 17-ാമത്തെ സൂറത്തിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം. എല്ലാ മനുഷ്യരെയും അവരുടെ ഇമാമിന്റെ കൂടെയാണ് നാം വിളിക്കുക. എല്ലാ മനുഷ്യരെയും അവരുടെ ഇമാമിന്റെ കൂടെയാണ് നാം വിളിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്, തഅതി കുല്ലു ഉമ്മത്തിൻ മാ റസൂലിഹ, എല്ലാ ഉമ്മത്തീങ്ങളും അവരുടെ റസൂലിന്റെ കൂടെയാണ് മഹ്ശറിലേക്ക് എത്തുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഓരോ നബി, ചില നബീന്റെ കൂടെ ഒരാൾ പോലും ഉണ്ടാവില്ല, ചില നബീന്റെ കൂടെ 1-2 ആളുകൾ, ചില നബിയുടെ കൂടെ 10-ൽ താഴെ ആളുകൾ, ചില നബിമാരുടെ കൂടെ കുറെ ആളുകൾ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമയുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിചാരിക്കും, ഇത് എന്റെ ഉമ്മത്താണ് എന്ന് പറയുന്നുണ്ട്. ഒരു ഉമ്മത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പം അള്ളാഹ് പറയുന്ന റസൂലെ ഇത് നിന്റെ ഉമ്മത്തല്ല, മൂസാ നബിയുടെ ഉമ്മത്താണ്. അപ്പൊ മഹ്ശറിൽ എന്ത് ചെയ്യുന്നു? ഇമാമിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നബിമാരുടെ കൂടെ അവരിങ്ങനെ വരുന്ന. അപ്പൊ അതിലേറെ വലിയൊരു എണ്ണം ആളുകൾ ഉണ്ടാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോകുക പ്രവാചക ഉമ്മത്തിൽ നിന്നായിരിക്കും എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യാണ്? കൂട്ടം കൂട്ടമായിട്ട് മഹ്ശറ മൈതാനിയിലേക്ക് എത്തുകയാണ്. പിന്നെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന വേറൊന്ന് രണ്ട് കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ ഊതലിനെ തുടർന്നും രണ്ടാമത്തെ ഊതലിനെ തുടർന്നും ഒക്കെ അള്ളാഹു ഇവിടെ ചേർത്ത് പറയാം. അപ്പൊ എന്താണ്? വഫുത്തിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. വഫുത്തിഹത്ത്, ആകാശം തുറക്കപ്പെടുകയും ചെയ്യും. വഫുത്തിഹത്തിസ് സമാ, ആകാശം തുറക്കപ്പെടും. വഫുത്തിഹത്ത് അസ്സമാ എന്നാണ്. ഫുത്തിഹത്ത് അവിടെ താ
നമ്മൾ താൽക്കാലികമായി കൊടുക്കുന്നതാണ്. ഇൽത്തിക സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ തമ്മിൽ ചേരാത്തത് കൊണ്ടേ. അപ്പൊ വഫുത്തിഹത്തി സമ, ആകാശം തുറക്കപ്പെടും. ഫക്കാനത്ത് അബുവാബ, എന്നിട്ട് അതിന് പല വാതിലുകൾ ഉണ്ടായിത്തീരും. ബാബ് അബുവാബ്, ബാബ് അബുവാബ്. ബാബ് എന്ന് പറഞ്ഞാൽ ഡോറാണ്. ബവ്വാബ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ആണ്. ബവ്വാബ എന്ന് പറയും ഗേറ്റിന്. അപ്പോ ആകാശം അത് തുറക്കപ്പെടും, എന്നിട്ട് അതിന് കവാടങ്ങൾ ഉണ്ടായിത്തീരും എന്നാണ്. അപ്പം നമ്മൾ ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അതിന് ഡോറുണ്ട്, കവാടങ്ങളുണ്ട്. അതിലൂടെ മാത്രമേ ഒരാകാശത്തിലൂടെ അല്ലെങ്കിൽ ഒരാകാശത്തിൽ നിന്ന് അടുത്ത ആകാശത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. ഈ മലക്കുകൾ ഒക്കെ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും ഒക്കെ ആ വാതിലുകളിലൂടെയാണ്. നമ്മുടെ ഒരു വീടിന് ഡോറുള്ളത് പോലെ, ഒരു ഹാളിന് ഡോറുള്ളത് പോലെ എന്തുണ്ട്, ആകാശത്തിന് കവാടങ്ങളുണ്ട് എന്നാണ്. അപ്പൊ ആ കവാടങ്ങളിലൂടെയാണ് മലക്കുകൾ ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരിക. അപ്പൊ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം ഫുത്തിഹത്തി സമ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നുള്ളത്. ഐ തുറുക്കൻ വ മസാലിക്കൽ നുസൂലിൽ മലായിക്ക, മലക്കുകൾക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയുള്ള മാർഗങ്ങളും പാതകളും ആകാശത്ത് നിന്നുണ്ടാകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ള അവസാനത്തെ ആയത്ത് ഇതാണ്. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. സയ്യറ എന്നതാണ് ക്രിയ. സയ്യറ യുസയ്യിറു, ഇവിടെ മജ്ഹൂലായ രൂപത്തിലാണ്. വസുയ്യിറത്ത് എന്നാണ്. വസുയ്യിറത്ത്, അവിടെ അപ്പുറത്ത് ജിബാൽ ബഹുവചനം വന്നുകൊണ്ടാണ് ഇവിടെ ക്രിയ സ്ത്രീലിംഗ രൂപത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. വസുയ്യിറത്ത്, നടത്തപ്പെടുകയും ചെയ്യും. അൽ ജിബാൽ, പർവ്വതങ്ങൾ. ഈ ഭൂമിയിലെ ഏറ്റവും ഭീമാകാരമായ ശക്തമായ ഒരു സാധനമാണ് എന്ത്, പർവ്വതം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഉദാഹരണങ്ങൾ വരെ പറയാറുണ്ട്. അയാൾ ഒരു പർവ്വത സമാനം ഉറച്ചു നിന്നു, ഒരു മല പോലെ അയാൾ ഉറച്ചു നിന്നു, ഇളകിയില്ല എന്നൊക്കെ പറയും. അപ്പൊ അത്രയും ഉറപ്പാണ് മലകൾക്ക്. അപ്പം ആ മലകൾക്ക് എന്ത് സംഭവിക്കുന്നു ഖിയാമത്ത് നാളിൽ? അത് നടത്തപ്പെടുന്നതാണ്. ഫക്കാനത്ത് സറാബ, എന്നിട്ട് അവ ഒരു കാനൽ സമാനമായി തീരും, ഒരു മരീചിക പോലെ ആയിത്തീരും. മരീചിക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ചൂട് കാലത്തൊക്കെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ, അല്ലെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൂരെ വെള്ളമുള്ളത് പോലെ തോന്നും, അടുത്ത് ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇത്രയും ശക്തിമത്തായ പർവ്വതങ്ങൾ എന്തായി മാറുന്നു? ഒരു മരീചിക പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറുന്നു എന്നാണ്. അത്രയും ഭയാനകമാണ് ഖിയാമത്ത് നാളിലെ അവസ്ഥകൾ എന്നാണ്. ഇതേപോലെ പിന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ ഓതി പഠിച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഖാരിയ. അൽ ഖാരിഅത്തു മൽ ഖാരിയ എന്നുള്ള സൂറത്ത്. ആ സൂറത്തിന്റെ ഇടയ്ക്ക് അള്ളാഹു പറയുന്നുണ്ട് വത്തഖൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. അതായത് ഈ പഞ്ഞി ഉണ്ടല്ലോ, പഞ്ഞി ഇങ്ങനെ നമ്മള് ഒരു പാത്രത്തിലിട്ടിട്ട് അതിങ്ങനെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്യും, പറന്നു പോവും. അതുപോലെ ഈ എന്ത് സംഭവിക്കുന്നു? ഈ പർവ്വതങ്ങൾക്ക് മാറ്റം വരുന്നു. പർവ്വതങ്ങൾ വെറും പഞ്ഞി പോലെ അത്രമാത്രം നിസ്സാരമായി മാറുന്നു എന്നാണ്. അപ്പോ വത്തഖൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, ഖിയാമത്ത് നാൾ നടക്കുന്ന സംഭവം അല്ലാഹു പറഞ്ഞതാണ്. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹയിലെ 20-ാമത്തെ സൂറത്ത് ത്വാഹയിലെ 105-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ആ പർവ്വതങ്ങളെ പൊടിച്ചു കളയുന്നു. നമ്മൾ ഈ അരിയും ഗോതമ്പും ഒക്കെ പൊടിച്ചു കളയുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ പൊടിച്ച് നിരത്തി കളയുന്നു. ഇതൊക്കെ ഖിയാമത്ത് നാളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നെടുത്തത് 14 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ്. 14 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ നന്നായി പഠിക്കുക. അതിൽ പ്രത്യേകിച്ച് പരലോകവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ആയത്തുകൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായി ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയും ഭവിഷ്യത്തുകളൊക്കെ റസൂലുള്ളാഹി മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ്. അപ്പൊ ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ ഈ ആയത്തുകൾ ഓതേണ്ടതും അർത്ഥം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടിയാണെന്ത്? ഒന്ന്, ഖുർആനിലെ ആയത്തുകൾ നമ്മൾ കേൾക്കുക, ഖുർആൻ ഓതുക, ഖുർആന്റെ അർത്ഥം പഠിക്കുക, പഠിച്ച ആയത്തുകൾ വെച്ച് നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക,
ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈമാൻ നിലനിർത്തുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. അപ്പൊ തീർച്ചയായും വിശുദ്ധ ഖുർആനുമായി ജീവിതത്തിന്റെ അന്ത്യവേള വരെ ചേർന്ന് നിൽക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ, അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.